ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു മോർണിംഗ് റൂട്ടീനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള പണിയൊക്കെ രാവിലെ തന്നെ തീർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്, ഹോള് വൃത്തിയാക്കും. രണ്ടാളും ബാക്കിൽ തന്നെ നടക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. രണ്ടാളെ രാവിലെ തന്നെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഒരാൾ അടിച്ചു വാരാൻ വന്നിട്ടുണ്ട്. ഞാൻ കളമ്പിയിട്ട് അങ്ങോട്ടേക്ക് തന്നെ ഓടിച്ചിട്ടുണ്ട്. ഇവരാണ് നമുക്ക് ഏറ്റവും വലിയ പണി തരുന്ന രണ്ടാൾ. വീട്ടിൽ ഇങ്ങനെയുള്ള വീടിനെ അലങ്കോലമാക്കി വെക്കാനുള്ള ഒരു വ്ളോഗ് ഇവർക്ക് കൊടുത്താൽ ഇവരത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു തീർക്കും. ഇന്ന് ഭാഗ്യത്തിന് കരച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ പണിയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനി വേഗം ഉച്ചക്കത്തെ ഫുഡും ഒക്കെ രാവിലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഒന്ന് അടിച്ചു വാരി തുടക്കണം. അതാണ് അപ്പോഴേ ഒരു മനസ്സിനൊരു ഉന്മേഷം കിട്ടും. രാവിലെ മക്കൾ ബിസ്ക്കറ്റും ചായയെല്ലാം കുടിച്ചിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഞാനിതൊന്നും കഴിച്ചിട്ടൊന്നുമില്ല, ഞാൻ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. പണി തീരാണ്ടൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. അതിനിടയിൽ തിരക്കായിട്ട് റൂം ക്ലീൻ ആക്കുന്ന വീഡിയോ ഒക്കെ വിട്ടുപോയിട്ടുണ്ട്, വയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് നേരെ കിച്ചണിലേക്ക് പോവാം. കിച്ചണ് ഫുള്ള് എന്നാൽ മോശമില്ല. ഞാൻ രാത്രി തന്നെ പകുതിയും ക്ലീനാക്കിയിട്ട് കിടക്കാറുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രിയത്തെ കറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രി ചുട്ട പത്തലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് മക്കൾക്ക് തേങ്ങാപ്പാലെടുത്തിട്ട് അതിൽ മുക്കിയിട്ട് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ തേങ്ങ ഇപ്പോൾ പൊട്ടിക്കും. തേങ്ങ ഇരവാനുള്ള മടി കാരണം ഞാൻ കത്തി വെച്ച് പീസാക്കി എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ച് അങ്ങനെ പാലെടുത്ത് വയ്ക്കാം. അടിച്ചു വാരി അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഉള്ളത്. കുട്ടികളപ്പുറം കളിക്കുന്നത് കൊണ്ട് പിന്നെ അടുക്കളയിൽ കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടിച്ചു വാരാൻ വിചാരിച്ചു. ഈ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പണിയാണെങ്കിലും അത് ചെയ്ത് തീർത്താൽ ഒരു മനസ്സിനൊരു നമുക്ക് തന്നെ സമാധാനം. അത് ഫീൽ ചെയ്ത് മനസ്സിലാക്കണം. ഇതിപ്പോൾ കുടിക്കേണ്ട വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അപ്പോൾ എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വെള്ളം നല്ലോണം തിളപ്പിച്ച് ആറി വരണമെങ്കിൽ അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ രാവിലെ തന്നെ എണീച്ചാൽ രാത്രി വെള്ളം ഉണ്ടെങ്കിൽ രാവിലെ തിളപ്പിച്ച്, രാത്രി തന്നെ വെള്ളം തീർന്നിട്ടുണ്ടെങ്കിൽ രാത്രി തന്നെ വെള്ളം തിളപ്പിച്ച് വെച്ച് കിടക്കും. അപ്പോൾ രാവിലേക്ക് ആറി കിട്ടുമല്ലോ. അപ്പോൾ അടിച്ചു വാരലും എല്ലാം ഇപ്പോൾ കഴിയും. പിന്നെ മക്കൾക്കൊക്കെ ഫുഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡും വേഗം റെഡിയാക്കി കിച്ചൺ ഫുള്ളി നീറ്റ് ചെയ്യും. അപ്പോൾ ഉച്ചക്കത്തേക്ക് സാമ്പാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ക്യാരറ്റൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉള്ള കഷ്ണം വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രണ്ടാളും ബാക്കിൽ തന്നെ നടക്കുന്നുണ്ട്. ഈ താഴെ ഇരിക്കുന്ന ആളാണ് ഈ വീട്ടിൽ ഏറ്റവും കുറ്റപ്പെടില്ല ആൾ. എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് കലമ്പെല്ലാം കിട്ടുന്നുണ്ട്. അതാണ് നല്ല എണീറ്റ് സ്കൂട്ടായി പോയി. എന്നാലും കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വരും അങ്ങോട്ടേക്ക് തന്നെ.
ഒരാളിപ്പോൾ നിക്കറുമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം അത് ഇടാനെല്ലാം നോക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ബ്ലറാക്കി വെച്ചിട്ടില്ല, അതൊക്കെ തന്നെ ഇടാൻ നോക്കുന്നുണ്ട്. ഞാനതൊന്നും അതിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാനത് കണ്ടത്. ഇതിപ്പോൾ ഈ തേങ്ങ ഞാൻ പൊടിച്ച് വെച്ച തേങ്ങ തന്നെ ഉണ്ടായിരുന്നു, അതെടുത്ത് അതിൻ്റെ ഇതെല്ലാം കളഞ്ഞിട്ട് പൊടിച്ചിട്ട് ഒരു മുറി ഞാനിപ്പോൾ രാത്രിയൊക്കെ പത്തലിൻ്റെ കൂടെ തേങ്ങാപ്പാലാക്കിയിട്ട് ഇപ്പോൾ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കും. ബാക്കി ഒരു മുറി തേങ്ങാപ്പാലെടുത്തിട്ട് സാമ്പാറിൽ പാലൊഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊന്ന് പത്തലെല്ലാം വീട്ടിൽ ഉണ്ടാക്കുന്ന ടൈം ഇങ്ങനെയെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പാല് രാത്രിയൊക്കെ അപ്പം ഉണ്ടെങ്കിൽ അത് ചൂടാക്കാണ്ട് ഡയറക്റ്റ് ഈ തേങ്ങാപ്പാൽ തുള്ളി ഉപ്പിട്ടിട്ട് ചൂടാക്കിയാൽ അതിലേക്ക് മുക്കി എടുത്താൽ കറിയൊന്നും വേണ്ട, അതന്നെ മക്കൾ ഇരുന്ന് കഴിച്ചോളും. നല്ല ക്രീമി ആയിട്ടുണ്ടാവും. മക്കളൊക്കെ അതുകൊണ്ട് അലമ്പില്ലാതെ ഇന്ന് ഫുഡ് കഴിച്ചു. പക്ഷെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. എല്ലാം മുക്കിക്കഴിഞ്ഞ് ബാക്കി വരുന്ന തേങ്ങാപ്പാൽ അതിന് മുകളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് വേസ്റ്റാക്കി കളയൊന്നും വേണ്ട. ഇപ്പോൾ മറ്റേ ഭാഗം തേങ്ങ നമ്മൾ സാമ്പാറിന് പാലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ അരച്ച മിക്സി തന്നെ ഇട്ടിട്ടാണ് അതിൻ്റെ പാലെടുക്കുന്നത്. അപ്പോൾ വേഗം പാലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മിക്സി ജാറും കഴുകി വെക്കുക, മിക്സി ഇവിടെ തുടച്ച് വെക്കുക. അപ്പോൾ ആ പണി അങ്ങനെ തീർന്നു. അതുകൊണ്ട് അത് തന്നെ ഫസ്റ്റ് എടുത്തു, കഴിഞ്ഞിട്ട് ബാക്കി പണിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് മിക്സിയും ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ വെച്ചിട്ട് ബാക്കി കറീൻ്റെ പണിയിലൊക്കെ ആണ് പോകുന്നത്. അപ്പോൾ പിന്നെ വേഗം എല്ലാ പണി കഴിഞ്ഞു. തേങ്ങ ഞാൻ ആദ്യമായിട്ടാണ് കയ്യിൽ വെച്ച് മുറിക്കുന്നത്. ചൊറിഞ്ഞെന്നല്ല പറയുന്ന കേട്ടതല്ലാണ്ട് അത്ര ചൊറിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. ചെറുതായൊരു ചൊറിച്ചിലുണ്ടായിരുന്നു, അത് ഞാൻ വലിയ കാര്യമാക്കിയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചത്. പിന്നെ ഇതൊരു റെസിപ്പി സാമ്പാറൊന്നുമല്ല, ഞാൻ എപ്പോഴും വെക്കുന്നത് പോലെ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ. ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ടൊരു സാമ്പാർ കഷ്ണം വാങ്ങിക്കുമ്പോൾ കടയിൽ നിന്നൊന്നും ഓർമ്മ ഉണ്ടായിട്ടില്ല. വീട്ടിലെത്തി ഇന്ന് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഓർമ്മ വന്ന് ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മക്കൾക്കൊക്കെ സാമ്പാറിലിട്ട ക്യാരറ്റ്, പൊട്ടാറ്റോ എല്ലാം വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ സാമ്പാറെല്ലാം സെറ്റാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ചോറിനുള്ള വെള്ളം കൂടി വെച്ച് നമുക്ക് അരി എടുത്തൊന്ന് കഴുകിയിട്ടിട്ടാൽ പിന്നെ ചോറിൻ്റെ പണി തീർന്നത് അവിടെ നിന്ന് തിളച്ച് വെന്തോളും. ഇടയ്ക്കിടയ്ക്ക് പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ടേബിളൊന്ന് തുടച്ചിടാനുണ്ടായിരുന്നു, അപ്പോൾ വേഗം
അരി ഇട്ടിട്ട് അതൊന്ന് തുടച്ചെടുക്കാൻ വിചാരിച്ചു. ഇതിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഏതായാലും ഉച്ചക്കത്തേക്കുള്ള പണി ലാഭമായി കിട്ടി. ഉച്ചക്ക് വെറുതെ ഇരിക്കും. അപ്പോൾ രാത്രി ഇന്ന് സാമ്പാർ വെക്കുന്നതുകൊണ്ട് നാളെ രാവിലെ ഉഴുന്നിൻ്റെ ദോശ ചൂടാന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ഉഴുന്നും പച്ചരിയും കൂടി എടുത്ത് കഴുകി അവിടെ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അരച്ച് വെക്കല്ലേ വേണ്ടു. അതിനിടയിൽ ടേബിളൊക്കെ ഒന്ന് പോയി ക്ലീൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറും അതിൻ്റെ അടുത്ത് വെന്ത് വന്നിട്ടുണ്ട്. സാമ്പാർ അവിടെ തന്നെ വെച്ച് ചോറൊന്ന് വാർക്കാൻ പോയതാണ്. അപ്പോൾ കിച്ചണിലെ വാഷ് ബേസ് പുറത്താണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് കാണാണ്ടാവുന്നത്. അതുകൊണ്ട് പുറത്തേക്കും അകത്തേക്കും നടന്നുകൊണ്ടിരിക്കൽ അത് വലിയൊരു പണിയായിട്ടാണ് നമുക്ക് തോന്നിയത്. ഞാനെപ്പോഴും കടുക് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും പൊട്ടിപ്പിടിക്കും. മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നേരത്തേക്ക് തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ആ സൈഡിലെ ടൈൽസിലും ഗ്യാസിലൊക്കെ തെറിച്ച് നെയ്യായി ഓയിലായി കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പണിയാണ്. അതുകൊണ്ടാണ് പിന്നെ ഇതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഞാൻ ഫുഡാക്കി കഴിഞ്ഞോടും ഞാൻ എപ്പോഴും ഗ്യാസ് തുടച്ച് വെക്കാറുണ്ട്. ഇല്ലെങ്കിൽ ആ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അവിടെ കിടന്ന് നമ്മൾ പിന്നെ അടുപ്പ് എത്തിക്കുമ്പോൾ അതവിടെ ഉണങ്ങി അവിടെ ഭയങ്കര സ്റ്റിക്കായി നിൽക്കും. അതുകൊണ്ട് അപ്പോൾ തുടച്ചാൽ നല്ല നീറ്റും ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഇനി ഫുഡ് കഴിക്കാനാകുമ്പോൾ ഒരു ഓംലെറ്റും കൂടി ഉണ്ടാക്കിയാൽ നമുക്ക് പണി കഴിഞ്ഞു. കിച്ചണും ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.